നാളത്തെ പ്രഭാതം കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല. പശ്ചിമേഷ്യൻ സമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു അമേരിക്കൻ പടക്കപ്പലിലെ നാവികൻ തൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് അയച്ച ഈ ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ ലോകത്തെ വലിയ സൂപ്പർ പവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയിരിക്കുന്നത്. കടലിലെ അമേരിക്കൻ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിൽ കഴിഞ്ഞ 8 മാസമായി നടക്കുന്നത് എന്താണെന്ന് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വയ്ക്കും. 5000-ഓളം വരുന്ന നാവികർ നടുക്കടലിൽ പട്ടിണിയിലാണ്. മലിനജലം കുടിച്ചുവരെ ഓരോ ദിവസവും തള്ളി നീക്കേണ്ട അവസ്ഥ. ചിലർ കടുത്ത മാനസിക വിഭ്രാന്തി മൂലം കടലിലേക്കെടുത്ത് ചാടാൻ വരെ ശ്രമിക്കുന്നതായിട്ടും വാർത്തകൾ പുറത്തുവരുന്നു. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സൈന്യത്തിന് തങ്ങളുടെ സ്വന്തം നാവികരെ സംരക്ഷിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാവും? എന്താണ് യഥാർത്ഥത്തിൽ ആ നടുക്കടലിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ധൈര്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാതെ ഇരിക്കരുത്. പ്രിയമുള്ളവരെ, മിഡിൽ ഈസ്റ്റിൽ ഇറാനെയും യമനിലെ ഹൂതികളെയും ഒതുക്കാൻ അമേരിക്ക വിന്യസിച്ച കരുത്തുറ്റ ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു USS എബ്രഹാം ലിങ്കൺ. ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ റഡാറുകളുമുള്ള ഒരു ഒന്നാന്തരം ഒഴുകുന്ന സൈനിക താവളം. എന്നാൽ ഇവിടെയാണ് ആ ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണയായിട്ട് ഈ വിമാനവാഹിനി കപ്പലുകൾ പരമാവധി 6 മാസമാണ് കടലിൽ തുടരുക. അതിനിടയിൽ പല രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലും കപ്പൽ അടുപ്പിക്കും. നാവികർക്ക് പുറത്തിറങ്ങാനും അതുപോലെ തന്നെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുവാനും മറ്റു വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാനുമുള്ള സമയം ഈ തുറമുഖത്ത് അടുപ്പിക്കുമ്പോഴാണ്. എന്നാൽ ഈ കപ്പൽ കഴിഞ്ഞ 240 ദിവസത്തിലധികമായിട്ട് ഒരു തുറമുഖത്ത് പോലും അടുപ്പിച്ചിട്ടില്ല എന്ന് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസമായേക്കാം. പക്ഷേ US സൈനിക മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ ഭയാനകമാണ്. കപ്പലിലെ ശുചിമുറികൾ ഭൂരിഭാഗവും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. കുടിവെള്ളത്തിലാണെങ്കിൽ കറുത്ത മാലിന്യമാണ് ഒഴുകിയെത്തുന്നത്. പുതിയ ഭക്ഷണമോ അതുപോലെ തന്നെ പച്ചക്കറികളോ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. മാസങ്ങളോളമായിട്ട് പഴകിയ റേഷൻ മാത്രമാണ് നാവികർക്ക് ലഭിക്കുന്നത്. അതിലും കഷ്ടം എന്തെന്നാൽ ഇവർ ഇത്രയും നാളായി സ്വന്തം വീട്ടുകാർ അയച്ച കത്തുകളോ പാഴ്സലുകളോ പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ എപ്പോൾ മിസൈൽ വരുമെന്ന് പേടിച്ചിട്ട് 8 മാസം നടുക്കടലിൽ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താകും? നാവികരിൽ പലരും കടുത്ത ഡിപ്രഷനിലേക്ക് പോലും പോകുന്ന ഒരു അവസ്ഥയാണ്. അടുത്ത പ്രഭാതം കാണാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് വരെ ചിലർ തുറന്നു പറയുന്നു. ചിലർ കപ്പലിൽ നിന്നും കടലിലേക്ക് ചാടാൻ ശ്രമിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്രയും അധികം ഭീകരമായിരിക്കുകയാണ് ആ കപ്പലിലുള്ള നാവികരുടെ മാനസികാവസ്ഥ. സാന്റിയാഗോയിലാണെങ്കിൽ ഈ നാവികരുടെ കുടുംബാംഗങ്ങൾ കണ്ണീരോടെ ഒത്തുകൂടി ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചതോടെ സംഭവം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറിയെന്ന് തന്നെ പറയണം. ഡെമോക്രാറ്റിക് സെനറ്റർ റൂബൻ ഗല്ലേഗോ നേരിട്ട് ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം? നാവികരെ എങ്ങനെ സുരക്ഷിതമായി തിരികെ എത്തിക്കണമെന്ന് യാതൊരു പ്ലാനും ഈ ഭരണകൂടത്തിനില്ല. US സൈനിക വെറ്ററനായിട്ടുള്ള മേരിലാൻഡ് ഗവർണർ വെസ്മൂർ ട്രംപിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഒരിക്കലും പട്ടാള യൂണിഫോം ഇടാത്ത, രാജ്യത്തിന് വേണ്ടി ഒരു ത്യാഗവും ചെയ്യാത്ത ട്രംപിന് സൈനികരുടെ വേദന മനസ്സിലാകില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അതുപോലെ ട്രംപും പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. കപ്പലിലെ അവസ്ഥ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും വിന്യാസം അത്ര നീണ്ടുപോയിട്ടില്ലെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. 8 മാസമായിട്ട് കടലിൽ തുടരുന്ന ഒരു വിമാനവാഹിനി കപ്പലിന്റെ വിന്യാസം അധികം നീണ്ടുപോയിട്ടില്ലെന്നാണ് ഈ മാന്യനായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. എന്താണല്ലേ? കൂടാതെ ഇതിനെ ന്യായീകരിക്കാനായിട്ട് മറ്റു പല ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിട്ടുണ്ട്. നാവികരുടെ മനോവീര്യം ശക്തമാണെന്നും അവർ അഭിമാനത്തോടെയാണ് സേവനം ചെയ്യുന്നതെന്നുമൊക്കെ ചില നേവി ഉദ്യോഗസ്ഥരും വാദിക്കുന്നുണ്ട്. എങ്കിലും നാണക്കേട് മറയ്ക്കാനായിട്ട് ഒടുവിൽ US നേവിയിൽ ലിങ്കണിന് പകരമായിട്ട് USS ജോർജ് വാഷിംഗ്ടൺ എന്ന മറ്റൊരു പടക്കപ്പലിനെ അങ്ങോട്ട് തിരിച്ചുവിടുന്നതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ലിങ്കൺ എന്ന് പൂർണ്ണമായി തിരിച്ചെത്തുമെന്നതിൽ ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയില്ല. ലോകം മുഴുവനും തങ്ങളുടെ സൈനികാധിപത്യം കാട്ടാൻ ശ്രമിക്കുന്ന ഒരു സൂപ്പർ പവറിന്റെ യഥാർത്ഥ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമാനങ്ങളും ആയുധങ്ങളും എത്ര ആധുനികമായാലും അത് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ജീവനും മനസ്സിനും വില കൽപ്പിച്ചില്ലെങ്കിൽ എത്ര വലിയ സാമ്രാജ്യവും പ്രതിസന്ധിയിലാകുമെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ ഈ നിലപാടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.